അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. പ്രിയ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ വീഡിയോയിലൂടെ അറഫ നോമ്പിൻ്റെ നിയ്യത്ത്, പ്രതിഫലം എന്നിവ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിനം കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, അറഫ നോമ്പിനെ സംബന്ധിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ. അറഫ നോമ്പ് എടുക്കുക വഴി അള്ളാഹു കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു തരും എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നാളത്തെ അറഫ നോമ്പ് എടുക്കുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ 2 വർഷത്തെ പാപങ്ങളാണ് പുറത്തു തരുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടി അയാൾക്ക് അള്ളാഹു ആയുസ് നൽകണമല്ലോ. അപ്പോൾ ഈ നോമ്പ് എടുക്കുക വഴി അള്ളാഹു ഒരു വർഷം കൂടി ജീവിക്കാൻ അയാൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകുകയാണ്. അതിൻ്റെ ഉദ്ദേശം അതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ നോമ്പിൻ്റെ പ്രതിഫലം നമ്മളൊക്കെ മനസ്സിലാക്കണം, നോമ്പെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. അറഫ നോമ്പിൻ്റെ നിയ്യത്താണ് ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നവൈതു സൗമഗദിൻ അൻ അദായി സുന്നത്തി യൗമി അറഫ ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ സുന്നത്തായ അറഫ ദിനത്തിലെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന നിയ്യത്ത് നമുക്ക് വെക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്നാണ് ഹാജിമാർ അറഫ ദിനം ആചരിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയാണ് ഗൾഫ് നാടുകളിൽ അറഫ ദിനം. നാളെ ബുധനാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ മാസം കണ്ടത് അടിസ്ഥാനപ്പെടുത്തിയുള്ള അറഫ ദിനം. മറ്റന്നാൾ വ്യാഴാഴ്ചയാണ് പെരുന്നാൾ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഈ 3 ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം, അറഫ ദിനത്തിൽ ധാരാളം ആളുകളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അറഫ ദിനം നാളെ നമ്മൾ ആചരിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥനകൾ എല്ലാവരും നടത്തുക. പെരുന്നാൾ ദിവസത്തിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇസ്ലാം കൽപ്പിക്കുന്ന രൂപത്തിലുള്ള പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കാളികളാകുക, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക, പള്ളിയിൽ എല്ലാവരും എത്തിച്ചേരുക, പ്രാർത്ഥനകൾ നടത്തുക, സ്വതക്കകൾ നൽകുക, കുടുംബ ബന്ധങ്ങൾ ആ ദിവസത്തിൽ എല്ലാവരും പുലർത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉദ്ഹിയ്യത്തടക്കമുള്ള കർമ്മങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ അടക്കമുള്ള ആളുകൾ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.